ഹേ ഗായ്സ്, നമ്മളുടെ ധനുഷിന്റെ സംവിധാനത്തിൽ ധനുഷിന്റെ 50ാമത്തെ ചിത്രമായിട്ട് വരുന്ന രായന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതിന്റെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒറ്റ നോട്ടത്തിൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയൊരു അല്ലെങ്കിൽ വൈബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിട്ടിയൊരു വൈബ് എന്ന് പറയുന്നത് നമ്മുടെ വടച്ചെന്നൈയുടെ ഒരു വൈബായിരുന്നു. പക്ക വടച്ചെന്നൈ അല്ലെ, ആ ഒരു അടി ഇടി വെടി കുത്ത്. അപ്പം ആ ഒരു വൈബ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു പടത്തിൻ്റെ ആ ഒരു സെൻസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം പടം മൊത്തം എ സർട്ടിഫിക്കറ്റാണ് പടത്തിന് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം. കാരണം അത് തന്നെ ട്രെയിലറിൽ കാണാനുണ്ടടി. ഇജ്ജാതി വയലൻസ് ആണ്, ഇജ്ജാതി വയലൻസ്. അതായത് ഒന്നുമില്ല, അടി ഇടി വെട്ട് കുത്ത് ഇതൊക്കെ തന്നെയാണ് സംഭവം. പക്ഷേ പുള്ളിയുടെ ഡയറക്ഷനിൽ വരുന്ന പടമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു സാധനം എന്തായാലും ഉണ്ട് അവിടെ. അത് ആ ട്രെയിലറിൻ്റെ ലാസ്റ്റത്തെ ഒരു പോർഷൻ തന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതായത് ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ഒരു ചെറിയൊരു മ്യൂസിക്കിൻ്റെ പോർഷൻ വരുന്ന ചെറിയൊരു പോർഷൻ ഉണ്ട്. അതിൽ തന്നെ ആ ഒരു മ്യൂസിക് തന്നെ ഉണ്ട്, അതിൻ്റെ ഒരു സോള് റഹ്മാനാരുടെ മ്യൂസിക്. അപ്പോൾ എന്തായാലും സാധനം ഉണ്ടാവും, ഇമോഷണലി കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ എന്തായാലും ഉണ്ടാവും. പിന്നെ കാളിദാസ് ജയറാമും എസ് ജെ സൂര്യയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് തോന്നണത്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ അത് തന്നെ മതിയുടെ. പുള്ളി നമുക്കറിയാലോ, ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ പുള്ളിയുടെ അഴിഞ്ഞാട്ടം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അത്തരത്തിൽ നല്ലൊരു പ്രോമിസിംഗ് ആയ ഒരു ട്രെയിലറായിട്ട് എനിക്ക് തോന്നി. തിയേറ്ററിൽ പോയി കാണാനുള്ള സാധനം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ പടത്തിൻ്റെ കാസ്റ്റാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്, കാസ്റ്റാണ്. കാളിദാസ് ജയറാം, നമ്മുടെ മലയാളത്തിൽ കാളിദാസ് ജയറാം തൊട്ട് അപർണ ബാലമുരളി തൊട്ട് വരലക്ഷ്മി, ശരത് കുമാർ, ധനുഷ്, പിന്നെ നമ്മുടെ സംവിധായകൻ, പിന്നെ പുള്ളിയുടെ പേര് പറഞ്ഞ വിട്ടുപോയി, പിന്നെ കമൽ ബോസ് എന്ന് പറയാം സംവിധായകൻ, പുള്ളി നെറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതിൽ. അപ്പോൾ അത്തരത്തിൽ കാസ്റ്റ് കൊണ്ട് വേറെ ലെവലിലാണ് പടം നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഹൈപ്പ് വേറെ ഉണ്ട്. എസ് ജെ സൂര്യ വന്നു, ധനുഷിനാണ് എഴുതിയിരിക്കുന്നതും, അതുപോലെ തന്നെ ധനുഷിനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്, ധനുഷിനാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇത് മൂന്നും കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമുക്കറിയാം. അഭിനയം ഡയറക്ഷനും കൊണ്ടുപോകല് ഇജ്ജാതി ടാസ്കാണ്. ഇജ്ജാതി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇജ്ജാതി കോംപ്ലിക്കേഷനാണ് സാധനം. അപ്പോൾ അത് കറക്റ്റ് മീറ്ററിൽ എവിടെയെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പടം കംപ്ലീറ്റ് ട്രാക്ക് പോകും. അപ്പോൾ പുള്ളി എക്സ്പീരിയൻസ് ആണ്, നമുക്കറിയാമല്ലോ. ധനുഷിൻ്റെ ഡയറക്ഷനിലുള്ള പടം നമ്മൾ കണ്ടു, പുള്ളി അഭിനയിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. പിന്നെ അപ്പോൾ ഇത് എന്തായാലും വേറൊരു ബ്ലാസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ടുണ്ടാണ് തോന്നിയിട്ടുള്ളത് കമന്റ് ബോക്സിൽ വന്ന് പറയണേ. എനിക്ക് എന്തായാലും തിയേറ്ററിൽ പോയി കാണാനുള്ള സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മെയിൻ പ്രോബ്ലം 26-ാം തീയതിയുടെ റിലീസ്. അന്ന് തന്നെ വേറൊരു പടം കൂടി ഉണ്ട്, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. അപ്പോൾ ഫസ്റ്റ് ചോയ്സ് ഞാൻ അതാണ് വെച്ചിരിക്കുന്നത്. ഇതെന്തായാലും പോയി കാണണം, എന്തായാലും കാണും, തിയേറ്ററിൽ തന്നെ കാണും. കാരണം അതിനുള്ള സാധനമുണ്ട്. ഞാൻ പറഞ്ഞില്ല, വടച്ചെന്നൈയുടെ ഒരു വൈബ് എനിക്ക് കിട്ടിയിട്ട് ആ ഒരു പടം തിയേറ്ററിൽ മിസ്സായൊരു പടമാണ് വെട്രിമാൻ്റെ പടം. ആ ഒരു ടൈപ്പിലുള്ളൊരു പിന്നെ സാധനം, അതായത് ഒരു ഗ്യാങ്സ്റ്റർ മാഫിയ തല്ല്. അപ്പോൾ തമിഴിൽ നമുക്കറിയാമല്ലോ, ധനുഷിൻ്റെ ഒക്കെ പടം ഇത്തരത്തിലുള്ളൊരു ടെംപ്ലേറ്റിൽ വരുന്ന സമയത്ത് ഏത് രീതിയിൽ മേക്ക് ചെയ്തെടുക്കുന്നത് നമുക്കറിയാം. പുള്ളി തന്നെയാണ് ഡയറക്ഷൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ടോപ്പ് നോച്ച് ആയിട്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിന് എ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ വയലൻസ് തന്നെയാണ്. അത് ട്രെയിലറിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. എനിക്ക് കിടലം പോലെ തോന്നി, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ട്രെയിലർ കട്ട് ചെയ്ത സംഭവങ്ങളും അല്ലെങ്കിൽ ആ സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ നല്ല രീതിയിൽ വന്നു. വിഷ്വൽസ് ആയാലും അതുപോലെ തന്നെ മ്യൂസിക് ആയാലും ഒക്കെ എനിക്ക് നന്നായിട്ട് തോന്നി. ഒരു മുഴച്ചു നിൽക്കുന്നതായിട്ട് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തില്ലേ. നമുക്ക് നോക്കാം പടം വന്നിട്ട്, പിന്നെ ട്രെയിലർ കണ്ടിട്ട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. ബാക്കി പടം വന്നിട്ട് പറയാം.